ഒരു ഇമേജ് നോക്കുക. ഇതാണ് ഡാറ്റ പ്രോസസ്സിംഗ് സൈക്കിളിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. അതിലേക്ക് കാണിക്കുന്ന പോലെ തന്നെ കളക്ഷൻ ഓഫ് ഡാറ്റ, അവിടുന്ന് പ്രിപ്പറേഷൻ, നമ്മുടെ സൈക്കിളുകളിൽ കണ്ട പോലെ തന്നെ ഇൻപുട്ട് ഓഫ് ഡാറ്റ, പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ, ഔട്ട്പുട്ട് ഇൻഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഓഫ് ഡാറ്റയിൽ നിന്ന് ആ ഡാറ്റ പിന്നെ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ അത് സേവ് ചെയ്ത് വെക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് ആ ഡാറ്റ സേവ് ചെയ്തതിന് ശേഷം സ്റ്റോർ ചെയ്തതിന് ശേഷം സേവ് ചെയ്തതിന് ശേഷം പ്രോസസ്സ് ചെയ്യപ്പെടുന്നു. പ്രോസസ്സ് ചെയ്തതിന് ശേഷം അത് ഔട്ട്പുട്ട് ലഭിക്കുന്നു. ഔട്ട്പുട്ടിന് ശേഷം ഔട്ട്പുട്ട് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ വീണ്ടും സേവ് ചെയ്ത് വെക്കാം. അങ്ങനത്തെ ഒരു സൈക്കിളാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്, അതായത് ഡാറ്റ പ്രോസസ്സിംഗ് സൈക്കിളിൻ്റെ കറക്റ്റ്. പിന്നീട് ആ ഡാറ്റ സ്റ്റോറേജിൽ നിന്ന് എടുത്ത് വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് എടുക്കുന്നു, വീണ്ടും ഈ പറയുന്ന ഡാറ്റ പ്രോസസ്സിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാറ്റ പ്രോസസ്സിംഗ് സൈക്കിളിൻ്റെ ആ ഒരു ഡയഗ്രാം. നമ്മൾ ഇതിനു മുന്നേ പഠിച്ച ആ ഒരു ടോപ്പിക്കിൻ്റെ കംപ്ലീറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ആരോ മാർക്കിൻ്റെ ആ ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഡാറ്റ ഫ്ലോ നടക്കുന്നതെന്ന്. ഈ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ മറ്റ് 4 പ്രത്യേകതകൾ കൂടി നമ്മളിവിടെ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ പോകുന്നു. അത് ഇതൊക്കെയാണ്. ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ സ്പീഡ്, സെക്കൻഡ് വൺ ആക്യുറസി ആൻഡ് റിലയബിലിറ്റി, തേർഡ് വൺ പ്രസൻറ്റേഷൻ, ഫോർത്ത് വൺ ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ഒരു നീഡ് എന്ന് പറയാനുള്ള ഒരു ബേസിക് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് വൺ സ്പീഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വളരെ സ്പീഡുള്ള ഒരു മെഷീനാണ്. അപ്പോൾ എത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട്സ് കിട്ടുന്ന ആ ഒരു ഫീച്ചറാണ് സ്പീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആക്യുറസി ആൻഡ് റിലയബിലിറ്റി. കൃത്യമായിരുന്ന നല്ല ക്രെഡിബിലിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല റിലയബിലിറ്റിയുള്ള, നമുക്ക് ആശ്രയിക്കാവുന്ന തരത്തിലുള്ള, വിശ്വസിക്കാവുന്ന തരത്തിലുള്ള, കറക്റ്റായിട്ടുള്ള, തെറ്റുകൾ വരാത്ത രീതിയിലുള്ള ആ ആൻസേഴ്സ് നമുക്ക് കിട്ടുന്നു. ആൻഡ് തേർഡ് വൺ ഈസ് പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഡാറ്റ ഔട്ട്പുട്ട് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നു. യൂസർക്ക് മനസ്സിലാവുന്ന എലിജിബിൾ ആയിട്ടുള്ള രീതിയിൽ ആ ഇൻഫോർമേഷൻ യൂസറിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നു. ആ ഒരു ഫീച്ചറിനെയാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ, ഏത് തരത്തിലുള്ള ഇൻഫോർമേഷനും എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിൽ പ്രോസസ്സ് ചെയ്യാനും അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കാനും പറ്റുന്നു. ഏത് തരത്തിലുള്ള ഡാറ്റ എപ്പോൾ വേണമെങ്കിലും പ്രോസസ്സ് ചെയ്യപ്പെടാനും എപ്പോൾ വേണമെങ്കിലും അത് റിട്രൈവ് ചെയ്തെടുക്കാനും നമുക്ക് സാധിക്കുന്നു. ആ ഒരു ഫീച്ചറിനെയാണ് ഇവിടെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, 4 കാര്യങ്ങളാണ് ഒരു ഫീച്ചേഴ്സ്, ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സ്പീഡ്, ആക്യുറസി ആൻഡ് റിലയബിലിറ്റി, ദെൻ തേർഡ് വൺ പ്രസൻറ്റേഷൻ, ഫോർത്ത് വൺ ഫ്ലെക്സിബിലിറ്റി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ മുന്നേ കണ്ട ആ ഒരു ഇമേജ്, ആ ഒരു സൈക്കിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നത് മാത്രം. നമ്മൾ ഔട്ട്പുട്ട് വന്നതിന് ശേഷം സ്റ്റോറേജ് യൂണിറ്റിലേക്ക് അത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്ക് അതിൽ നിന്നും വീണ്ടും എടുത്ത് ഈ പറഞ്ഞ സൈക്കിളിൻ്റെ ഫസ്റ്റ് സ്റ്റേജായ ഡാറ്റ കളക്ഷൻ തൊട്ടിട്ട് വീണ്ടും അത് ചെയ്യാൻ സാധിക്കും. ഫർദർ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി ഒരു ഘട്ടത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞില്ല, ആദ്യ പാഠത്തിൽ നമ്മൾ ഈ ഫണ്ടമെൻ്റൽസ് ആണ് നമ്മൾ ഒന്നും കൂടി റിഫ്രഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് എല്ലാവർക്കും അറിയുന്ന ഇൻപുട്ട് യൂണിറ്റ്, സെക്കൻഡ് വൺ ഈസ് സ്റ്റോറേജ്, ആൻഡ് തേർഡ് വൺ ഈസ് ഔട്ട്പുട്ട് യൂണിറ്റ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് CPU. CPU-യിലാണ് നമുക്ക് ഈ പറയുന്ന കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ ALU, അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്. CU ആൻഡ് ALU എന്ന് പറയുന്ന 2 സംഗതികളുള്ളത് CPU-യിലാണ്. ഓക്കെ, ഇൻപുട്ട് നമുക്കറിയാം, ഡാറ്റ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഫീൽഡ്, അതിനായിട്ടുള്ള ഡിവൈസുകൾ. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഡാറ്റ. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, ഡാറ്റ ഉള്ളിലേക്ക് കൊടുക്കുന്നു. സോ അതിന് കീബോർഡ് ഉപയോഗിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യുന്നു, അതിനായിട്ട് സ്കാനർ ഉപയോഗിക്കുന്നു. എന്തെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ കമ്പ്യൂട്ടറിൽ എടുക്കണമെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് യൂണിറ്റ് ആയിട്ട് ഡിജിറ്റൽ ക്യാമറ യൂസ് ചെയ്യുന്നു. സോ അത്തരത്തിലുള്ള എല്ലാ ഡിവൈസുകളും ഇൻപുട്ട് ഡിവൈസുകളാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തിനാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, accepts the input from outside world. ഔട്ട്സൈഡ് വേൾഡ്, അതായത് കമ്പ്യൂട്ടറിന് പുറത്തു നിന്നും ഡാറ്റയെ സ്വീകരിക്കുന്നതിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം പറയുന്നതേ ഉള്ളൂ. ദെൻ സെക്കൻഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, കമ്പ്യൂട്ടർ ആ ഇൻപുട്ട് ഡാറ്റേനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ബൈനറി ഫോമിലേക്ക് മാറ്റുന്നു. ഓക്കെ, സീറോസ് ആൻഡ് വൺസ് കമ്പ്യൂട്ടറിൻ്റേതായ ഒരു ലാംഗ്വേജിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു.
മൂന്നാമതായിട്ട് ആ ഒരു ഡാറ്റയെ പ്രോസസ്സിങ്ങിനായിട്ട് റെഡിയാക്കി നിർത്തുന്നു. ഈ 3 കാര്യങ്ങളാണ് ഇൻപുട്ടിൽ നടത്തുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ഔട്ട്സൈഡ് വേൾഡിൽ നിന്നും ഡാറ്റ സ്വീകരിക്കുന്നു. ഇറ്റ് റിസീവ്സ് ദ ഡാറ്റ ഫ്രം ഔട്ട്സൈഡ് വേൾഡ് ആസ് എ ഇൻപുട്ട് ടു ദ കമ്പ്യൂട്ടർ സ്വീകരിക്കുന്നു. ആൻഡ് സെക്കൻഡ് വൺ എന്ത് ചെയ്യുന്നത്, ഇറ്റ് കൺവേർട്സ് ദ ഡാറ്റ ഇൻ ടു കമ്പ്യൂട്ടേഴ്സ് ലാംഗ്വേജ്, കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിലേക്ക് ആ ഒരു ഇൻപുട്ട് ഡാറ്റയെ മാറ്റുന്നു. ആൻഡ് തേർഡ് വൺ, ദ കൺവേർട്ടഡ് ഡാറ്റ അല്ലെങ്കിൽ ഫോർ ദ ഫർദർ പ്രോസസ്സിങ്ങിനായിട്ട് ആ കൺവേർട്ടഡ് ഡാറ്റേനെ റെഡിയാക്കി നിർത്തുന്നു. ഈ 3 കാര്യങ്ങളാണ് ഇൻപുട്ട് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ശരിക്കും പഠിക്കാനുള്ളത്. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യുന്നു, ദെൻ അതിനെ കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. തേർഡ് വൺ, പ്രോസസ്സിങ്ങിന് റെഡിയാക്കി നിർത്തുന്നു. ഓക്കെ, ദെൻ ഇൻപുട്ട് യൂണിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പറഞ്ഞത് സ്റ്റോറേജ് യൂണിറ്റ് ആണ്. സ്റ്റോറേജ് യൂണിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ പണ്ടത്തെ മെമ്മറി, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റിഫ്രഷ് ചെയ്യുക. റാം ആൻഡ് റോം, റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി, ഈ 2 സംഗതികളാണ് മെമ്മറിയുടെ ഉള്ളിലുള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും നമുക്ക് പഠിക്കാൻ വരുന്നത്. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നതിനെയാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈവൺ ഫോണിലായാലും റാമും റോമും ഉണ്ട് ഇല്ലേ, 2GB അല്ലെങ്കിൽ 3GB റാം. അതായത് കറൻ്റ്ലി നമ്മൾ വർക്ക് ചെയ്യാൻ, എന്തെങ്കിലും ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെമ്മറി സ്പേസിനെയാണ് റാം എന്ന് പറയുന്നത്, റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. സെക്കൻഡറി ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്ഥലത്തിനെ, ആ ഒരു സ്പേസിനെയാണ് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. നമ്മുടെ മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ മെമ്മറി എന്നൊക്കെ ഫോണിൽ പറയുന്നത് അതിനെയാണ് നമ്മൾ റോം എന്ന് പറയുന്നത്. സോ ഇത് രണ്ടുമുള്ള ആ ഒരു ഡിഫറൻസ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വരുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു സ്റ്റോറേജിൽ പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്ന ആ 2 ഭാഗങ്ങൾ. അതിൽ പ്രൈമറി മെമ്മറി, ഇപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു പ്രൈമറി മെമ്മറിയിലാണ്. ഓക്കെ, ഫോണിൻ്റെ പ്രൈമറി മെമ്മറി റാൻഡം ആക്സസ് മെമ്മറി റാമിലാണ്. ഇനി അത് നമ്മൾ സേവ് ചെയ്യുന്നുവെങ്കിൽ അത് സെക്കൻഡറി സ്റ്റോറേജിലേക്ക് പോകുന്നു. ഓക്കെ, ഇൻറ്റേർണൽ മെമ്മറി അല്ലെങ്കിൽ SD കാർഡിലേക്ക് പോകുന്നു. അതല്ല ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്രൈമറി മെമ്മറിയിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് പോകുന്നു. സോ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ എന്ത് വർക്കുകളാണോ ഹെൽഡ് ചെയ്യുന്നത് അറ്റ് ദ ടൈം, റിയൽ ടൈം വർക്കിനെയാണ് ആ ഒരു പ്രൈമറി മെമ്മറി റാമിൽ സൂചിപ്പിക്കുന്നത്. റോം അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറിയിൽ സൂചിപ്പിക്കുന്നത് നമ്മൾ എന്താണോ സേവ് ചെയ്ത് വെക്കുന്നത് ഫോർ ഫ്യൂച്ചർ യൂസ്, ഭാവിയിലേക്ക് കാണാനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതിന് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നു. ഇതൊക്കെ എല്ലാവർക്കും പരിചയമുള്ള കാര്യമായിരിക്കും. ഞാൻ അത് കാരണം അതിൽ കൂടുതലൊരു സ്ട്രെസ് കൊടുത്തിട്ട് അധികം പറയുന്നില്ല. വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. നമുക്കിനി നെക്സ്റ്റ് പറയാനുള്ളത് ഔട്ട്പുട്ട് യൂണിറ്റ്. പ്രോസസ്സ് ചെയ്ത ഡാറ്റയെ നമ്മുടെ കൈകളിലേക്ക് തിരിച്ചു തരുന്നതിനെയാണ് അതിനുപയോഗിക്കുന്ന ഡിവൈസുകളിലാണ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് ഡിവൈസുകൾ നമുക്കറിയാം. മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് അല്ലേ, പ്രിൻ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്, സ്പീക്കർ ഔട്ട്പുട്ട് ഡിവൈസാണ്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്തു, സിസ്റ്റത്തിൽ കയറ്റി അതിൻ്റെ സൗണ്ട് കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്തു, അതിനുശേഷം അത് സ്റ്റോർ ചെയ്തു, സ്റ്റോറേജ് യൂണിറ്റിൽ സ്റ്റോർ ചെയ്തു, നമ്മളത് കേൾക്കുകയാണ്. സോ കേൾക്കാനായിട്ട് നമ്മൾ സ്പീക്കർ ഉപയോഗിക്കുന്നു. ആ സ്പീക്കർ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. ആ സ്പീക്കർ നമുക്ക് ആ പാട്ട് കേൾപ്പിച്ച് തരുന്നു, ഒരു ഔട്ട്പുട്ട് തരുന്നു, അതിൻ്റെ ഒരു റിസൾട്ട് തരുന്നു. സോ റിസൾട്ട് നമുക്ക് തിരിച്ചു തരുന്ന എല്ലാ ഡിവൈസുകളെയും നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നു. അതിന് മൊത്തത്തിൽ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നു. ദ ഡിവൈസസ് വിച്ച് വി ആർ യൂസ്ഫുൾ അല്ലെങ്കിൽ യൂസിങ് ഫോർ ഗെറ്റിംഗ് ദ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫോർ ഗെറ്റിംഗ് ദ റിസൾട്ട് ആഫ്റ്റർ ദ ഡാറ്റ പ്രോസസ്സിംഗ്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സംഗതികളെയും ഔട്ട്പുട്ട് യൂണിറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ വരുന്നു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള ഒരു സംഗതിയാണ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സ്റ്റോറേജ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് CPU-ൻ്റെ ഉള്ളിൽ വീണ്ടും 2 പാർട്ടീഷൻ നമുക്ക് കാണാം. അതിലൊന്നാണ് CU, കൺട്രോൾ യൂണിറ്റ്. എല്ലാ പ്രോസസ്സുകളെയും, സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സുകളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു കൺട്രോൾ യൂണിറ്റാണ്. എല്ലാ ആക്ടിവിറ്റീസിനെയും അത് കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുക, അതേപോലെ പ്രോസസ്സിങ്, എല്ലാ കാര്യങ്ങളെയും കണ്ടിന്യൂസ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോൾ യൂണിറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ALU, അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്. എല്ലാ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണ് ALU, അരിത്തമാറ്റിക് ലോജിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മാത്തമാറ്റിക്സ് ആയിട്ടുള്ളത്, ലോജിക്കലായിട്ടുള്ള, അരിത്തമാറ്റിക്കലായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നു. അങ്ങനത്തെ എല്ലാ
ഡാറ്റകളും ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിഭാഗം, അതിന് സെപ്പറേറ്റ് ഒരു വിങ് തന്നെയുണ്ട്. അതിനെയാണ് നമ്മൾ ALU അഥവാ അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത്.